ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു റെസിപ്പി ആയിട്ടാണ്. പോച്ച്ഡ് എഗ്ഗ്. സാധാരണ നമ്മുടെ വീടുകളിലൊന്നും ഇത് ഉണ്ടാക്കാറില്ല. റെസ്റ്റോറൻറ്റുകളും പിന്നെ യൂറോപ്പിലുള്ള ആൾക്കാരൊക്കെയാണ് ഇത് കഴിക്കാറ്. ഇന്ന് നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കുഴിയുള്ള പാത്രം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴിയുള്ള പാത്രമായിരിക്കണം. ഇത് നമുക്കിതിലേക്ക് 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കണം. കാരണം നമ്മളിതിലേക്ക് മുട്ട ഇതിൽ മുങ്ങിക്കിടക്കണം. ഈ പാത്രത്തിൻ്റെ അടി തട്ടാതെ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. എന്നാലും ഇതിന് പെർഫെക്റ്റ് ഷേപ്പും വരുള്ളൂ. അതിനായിട്ട് ഞാനിപ്പം ഇതിലേക്കൊരു 4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കാം. ഇനി ഞാനിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഉപ്പിട്ട് കൊടുത്താലേ മുട്ടയിലേക്ക് ഉപ്പ് പിടിക്കുള്ളൂ. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വെള്ളം ബോയിലാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. വെള്ളം തിളച്ച് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം കുമിളകൾ വരണ്ട. ഇങ്ങനെ ഇത് തിളയ്ക്കുമ്പോൾ സാധാരണ ഇതേപോലെ ചെറിയ ചെറിയ കുമിളകൾ അടിയിൽ വരുന്നില്ലേ, ആ ഒരു പരിവാണ് നമുക്ക് ആവശ്യം. ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. അപ്പോൾ നല്ലോണം കുമിളകൾ വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ചെറിയ കുമിളകൾ വരുന്ന ആ ഭാഗമാകുമ്പോൾ നമ്മളത് മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. ഇനി ഞാനിവിടെ മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട നമുക്കൊന്ന് അരിച്ചെടുക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മുട്ട എങ്ങാനും പഴകിയതാണെങ്കിൽ അതിൽ ചെറുതായിട്ട് വെള്ളം ഉണ്ടാവും. ആ വെള്ളം കൂടി ഇതിലേക്ക് ഇട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ആ വെള്ളം നമുക്കൊന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഈ മുട്ട അതിൻ്റെ ഉണ്ണി പൊട്ടാതെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 1 or 2 minutes അത്ര മതി. അതിൽ വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അതിൽ താഴേക്ക് അപ്പം തന്നെ പോവും. ഇതിപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇതിലധികം വെള്ളമില്ല, അത് ഫ്രഷാണ്. നോക്കിയപ്പോൾ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ അധികം വെള്ളമൊന്നും വന്നിട്ടില്ല. ഇനി നമുക്കിത് ഇതേപോലെ തന്നെ പൊട്ടാതെ പതുക്കെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഉണ്ണി പൊട്ടാതെ പതുക്കെ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇട്ട് കൊടുത്ത അപ്പം തന്നെ അങ്ങനെ അടിയിലേക്ക് മുട്ട ഒട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ നമ്മൾ ഒരു സ്പൂൺ എന്തെങ്കിലും ഒരു തവി വെച്ചിട്ട് നമ്മൾ നല്ലോണം അത് ഇളക്കി കൊടുക്കണം. അടിയിൽ ഒരു കാരണവശാലും മുട്ടിപ്പോവാൻ പാടില്ല. മുട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതവിടെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ പിന്നെ അത് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ അത് വരില്ല. അതിൻ്റെ ഉണ്ണിയൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ അത് കാരണം ഇങ്ങനെ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്ത് മുകളിലേക്ക് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിൻ്റെ വെള്ളക്കരു കുക്കായി വരുന്നതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 minutes ആണ് വേണ്ടത്. ഞാൻ മുമ്പ് നോക്കിയപ്പോൾ എനിക്ക് 3 minutesനുള്ളിലാണ് കുക്കായിട്ട് വന്നിട്ടുള്ളത്. എൻ്റെ ഇപ്പോൾ ഈ ഹോട്ട് പ്ലേറ്റിൻ്റെ ചൂടും അതൊക്കെ അനുസരിച്ച് 3 minute കുക്കായിട്ടുള്ളത്. ഇനിയിപ്പോൾ സാധാരണ നമ്മൾ ഗ്യാസിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്ലെയിമിൻ്റെ ഒക്കെ അനുസരിച്ചായിരിക്കും അത് കുക്കായി വരിക. ഞാനിപ്പോൾ 3 minutes ഇത് മൊബൈലിൽ ടൈമർ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് സാധാരണ നമ്മൾ എഗ് റോസ്റ്റൊക്കെ സാധാരണ മുട്ട പുഴുങ്ങി ട്രൈ ചെയ്യണേക്കാളും ഡിഫറെൻ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിതിപ്പോൾ എഗ് റോസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ മസാലയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഇത് നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഡിഷാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കാം. ഞാൻ ഇപ്പോൾ ടൈമർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 1 minute ആയിട്ടുണ്ട്. അതേപ്പോൾ 3 minute കഴിഞ്ഞു. ഇതിപ്പോൾ കുക്കായിട്ടുണ്ട്. ഞാനിത് പതുക്കെ ഇതെടുത്തിട്ട് ഒരു പ്ലേറ്റിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ഇതിപ്പോൾ സാധാരണ പോലെ നമ്മൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചൂട് കൊണ്ട് ചിലപ്പോൾ മുട്ടയുടെ ഉണ്ണി കുക്കായിപ്പോവും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ തണുത്ത വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിപ്പോൾ സെർവ് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു ഹോട്ട് വാട്ടർ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അത്യാവശ്യത്തിന് ചൂടായിട്ടിരിക്കും. ഞാനിതിപ്പോൾ അത് സ്റ്റെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എഗ്ഗ് മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എഗ്ഗ് റോസ്റ്റിന് സാധാരണ നമ്മൾ മസാല ഉണ്ടാക്കുമല്ലോ, അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിപ്പോൾ ചോറിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ അങ്ങനെ ബ്രെഡിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്. ഞാനിതിനിവിടെ കട്ട് ചെയ്ത് കാണിക്കാം പെർഫെക്റ്റ് ആയോന്ന്. അപ്പോൾ നമുക്കറിയാം. ഇതിപ്പോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ മറ്റേ ഉണ്ണി ഇങ്ങനെ പകുതി ഹാഫ് കുക്കായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരും. ഇത് കണ്ട
ഇത് നല്ലോണം ഒലിച്ച് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇത് പുറത്തേക്ക് വരുന്നുണ്ട്, കറക്റ്റായിട്ടുണ്ട്. എന്നാൽ ഓവർ കുക്കായി പോയിട്ടില്ല. അതിൻ്റെ വെള്ളം മാത്രമേ കുക്കായിട്ടുള്ളൂ, ഉണ്ണി കുക്കായി പോയിട്ടില്ല. അപ്പം എൻ്റെ ഡിഷ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.